ഒരു സ്വകാര്യ ദ്വീപ്, അവിടെ നടന്നതായി ആരോപിക്കപ്പെടുന്ന രഹസ്യ പാർട്ടികൾ, ലോകത്തിലെ ഏറ്റവും ശക്തരായ ചില പേരുകൾ. അവർക്കെല്ലാം ഒരു അസാധാരണ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ പേരാണ് ജെഫ്രി എപ്സ്റ്റീൻ. 2019 ഒരു അറസ്റ്റ്, അതിന് പിന്നാലെ പുറത്തു വന്ന കോടതി രേഖകൾ, അതിനുശേഷം ജയിലിലെ ഒരു ദുരൂഹ മരണം. എന്നാൽ ഇന്നുവരെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ സത്യവും പുറത്തു വന്നു? വരൂ, നമുക്ക് പരിശോധിക്കാം. ജെഫ്രി എപ്സ്റ്റീൻ ഒരു അമേരിക്കൻ ഫിനാൻഷ്യൽ വ്യക്തിയായിരുന്നു. അദ്ദേഹം സമ്പന്നരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായ നിരവധി ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നു. അയാൾ എങ്ങനെ ഇത്രയും ശക്തമായ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചു? അയാളുടെ യഥാർത്ഥ തൊഴിലെന്തായിരുന്നു? അയാൾ എങ്ങനെ പണം സമ്പാദിച്ചു? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ വ്യക്തമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. 2019 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന ഗുരുതര കുറ്റാരോപണങ്ങൾക്കെതിരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ കേസ് ലോകമെമ്പാടും വലിയ ചർച്ചയായി മാറി. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് കോടതി രേഖകൾ, സാക്ഷിമൊഴികൾ, വിമാനയാത്രാ ലോഗുകൾ, നിയമരേഖകൾ എന്നിവയുടെ ഒരു സമാഹാരമാണ്. ഈ രേഖകളിൽ പല പ്രമുഖരായ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പേരിൻ്റെ പരാമർശം മാത്രം കുറ്റം തെളിയിക്കുന്നതല്ല. പേരുകൾ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം നിയമപരമായ കുറ്റസാധ്യതയില്ല. എന്നാൽ ജനങ്ങളുടെ സംശയം വളർന്നത് എന്തുകൊണ്ടാണ്? അധികാരം, പണം, സ്വാധീനം, ഇവ സത്യത്തെ മറച്ചുവെക്കാൻ ഉപയോഗപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. എപ്സ്റ്റീൻ സ്വന്തമാക്കിയ ഒരു സ്വകാര്യ ദ്വീപ് ഏറെ വിവാദങ്ങൾക്ക് കാരണമായി. അവിടെ നടന്നതായി ആരോപിക്കപ്പെട്ട സംഭവങ്ങൾ പിന്നീട് അന്വേഷണ വിഷയമായി. വിമാന ലോഗുകൾ പുറത്തു വന്നപ്പോൾ പല പ്രശസ്ത പേരുകൾ യാത്ര ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിൽ പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിച്ചു. ഒരു സ്വകാര്യ ദ്വീപ്, നീല സമുദ്രത്തിനിടയിൽ ഒറ്റപ്പെട്ട ഒരു ഭൂഖണ്ഡം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സ്വർഗം പോലെ തോന്നും. പക്ഷേ ആ ദ്വീപിനെ ചുറ്റിപ്പറ്റി ലോകമെമ്പാടും വലിയ വിവാദങ്ങളും ഗുരുതര ആരോപണങ്ങളും ഉയർന്നു. ആ ദ്വീപിൻ്റെ ഉടമ ജെഫ്രി എപ്സ്റ്റീൻ. എന്താണ് ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ്? എന്തുകൊണ്ടാണ് അത് ഇത്രയും ചർച്ചയായത്? വരൂ, നമുക്കതിൻ്റെ പിന്നിലെ വിവരങ്ങൾ പരിശോധിക്കാം. ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് US വെർജിൻ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1990കളുടെ അവസാനം ജെഫ്രി എപ്സ്റ്റീൻ ഈ ദ്വീപ് സ്വന്തമാക്കി. ഇത് പൂർണ്ണമായും ഒരു സ്വകാര്യ ദ്വീപായിരുന്നു. സാധാരണക്കാർക്ക് അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. പ്രത്യേക അതിഥികൾക്ക് മാത്രമേ അവിടെ എത്താനാവുകയായിരുന്നു. ഇതിനാലാണ് ഈ ദ്വീപ് മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയത്. കോടതി രേഖകളും ചില സാക്ഷിമൊഴികളും പ്രകാരം ഈ ദ്വീപിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നതായി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു. ചില ഇരകളുടെ മൊഴികളിൽ അവരെ അവിടെ കൊണ്ടുപോയതായും പരാമർശിക്കപ്പെട്ടിരുന്നു. അതിനോടൊപ്പം എപ്സ്റ്റീൻ്റെ സ്വകാര്യ ജെറ്റിൻ്റെ വിമാന ലോഗുകൾ പുറത്തു വന്നപ്പോൾ പല പ്രശസ്ത പേരുകൾ യാത്ര ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായി. 2019 ഓഗസ്റ്റ് മാസത്തിൽ ജയിലിൽ കസ്റ്റഡിയിലിരിക്കെ എപ്സ്റ്റീൻ മരിച്ച നിലയിൽ കണ്ടെപ്പെട്ടു. അധികൃതർ ഇത് ഒരു ആത്മഹത്യയായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു. CCTV പ്രവർത്തിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ, ജയിൽ സുരക്ഷയിലെ പിഴവുകൾ, ഇവയെല്ലാം ആളുകളിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചു. 2019 എപ്സ്റ്റീൻ അറസ്റ്റിലായതിനു ശേഷം ഈ ദ്വീപിൽ ഫെഡറൽ ഏജൻസികൾ അന്വേഷണം നടത്തി. FBI ഉദ്യോഗസ്ഥർ സ്ഥലത്തെ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചതായി റിപ്പോർട്ടുകളുണ്ടായി. അവിടെ നിന്നുള്ള വിവരങ്ങൾ പിന്നീട് കോടതിയിലെ അന്വേഷണങ്ങളുടെ ഭാഗമായിരുന്നു. എപ്സ്റ്റീൻ മരിച്ചതിന് ശേഷം ഈ കേസ് കൂടുതൽ ദുരൂഹമായി. ദ്വീപ് പിന്നീട് മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കപ്പെട്ടു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇന്ന് പൊതുജനങ്ങളിൽ നിലനിൽക്കുന്നു. സത്യം മുഴുവനായി പുറത്തു വന്നു, ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇന്നും മറഞ്ഞു കിടക്കുകയാണ്. ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് ഒരു ദ്വീപ് മാത്രമല്ല, അത് അധികാരവും പണവും സ്വാധീനവും ഒന്നുചേരുമ്പോൾ ലോകം ചോദിക്കുന്ന വലിയ ചോദ്യങ്ങളുടെ പ്രതീകമാണ്.
ഈ കേസ് ഇന്നും ചർച്ചയാകുന്നത് ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമായതിനാലല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ, അല്ലെങ്കിൽ ശക്തരായവർക്ക് വ്യത്യസ്തമായ വ്യവസ്ഥകളാണോ? എപ്സ്റ്റീൻ ഫയൽസ് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.